സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ നീതിയാത്ര മന്ദമരുതി റാന്നിക്കുള്ള വഴിയിൽ മന്ദമരുതി എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിന് നമുക്ക് കൂടുതൽ ജനപിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യാത്രയാണ്. എല്ലാവരും സഹകരിക്കുക. ചേട്ടാ, കേന്ദ്ര സർക്കാരിൻ്റെ വന്ദേ ഭാരത് മിഷൻ, അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് തുടങ്ങിയ അഴിമതികളെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ആവശ്യപ്പെട്ട ആളെ പിടിച്ച് ജയിലിലിട്ട് ഒരു കേസാണ്. അപ്പോൾ അതിൽ നിയമ പോരാട്ടങ്ങൾ നടത്താനും ഞങ്ങളുടെ അഴിമതി വിരുദ്ധ സഖ്യത്തിന് ഇത് പാർട്ടിയൊന്നുമില്ല ചേട്ടാ. ഞങ്ങൾ അഴിമതി വിരുദ്ധ സഖ്യം എന്ന് പറഞ്ഞ കുറേ ഗ്രൂപ്പുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ചേരാം. ആ QR കോഡ് സ്കാൻ ചെയ്താൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരാം. ആ ഗ്രൂപ്പിൽ അഴിമതി സംബന്ധിച്ച് എല്ലാ 73 വയസ്സായി. ചേട്ടന് അഴിമതി കുറയ്ക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ ഇവിടെ നാട്ടിൽ? ആഗ്രഹമുണ്ട്. എന്നും തീരുമാനം ഇതൊക്കെ ചേട്ടന് പണിയൊന്നുമില്ല, റിട്ടയർ ആയതാ. ഞങ്ങള് ചേട്ടന്റെ മക്കളാ. റിട്ടയർ ആയതാ. പാവം ജോലി നാട്ടില് ബിസിനസ് ചെയ്യാനുള്ള ഇറങ്ങിയത്. പക്ഷെ ഈ കോടതിയിൽ ഇപ്പൊ ഈ നമ്മളെ ജയിലിലിട്ട് കഴിഞ്ഞാൽ, അനാവശ്യമായിട്ട് ജയിലിലിട്ട് കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം തേടി നമ്മൾ കേസ് കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആവശ്യപ്പെടുന്ന തുകയുടെ 10% കെട്ടിവെക്കണം. ഈ അഴിമതിക്കാരെ സംബന്ധിച്ച് നമ്മൾ ചെറിയ തുക ചോദിച്ചാൽ അവർക്ക് അത് ഏശിയല്ല. നമ്മൾ വലിയ തുക തന്നെ ചോദിക്കണം. പക്ഷെ അത് നമ്മൾ പാവപ്പെട്ട ഒരു വിക്ടിം തന്നെ ആ പൈസ കെട്ടിവെക്കണം എന്നുള്ളൊരു കിരാത നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ആ തുക 34 കോടി വെളിയില്ലേ? 34 കോടി അത് ജനങ്ങൾ കൊടുക്കേണ്ട പൈസയാണോ അതോ സർക്കാർ കൊടുക്കേണ്ട പൈസയാണോ? അവനെ ഇറക്കണം. സർക്കാർ ഇതിനകത്തോണ്ടല്ലേ അവനെ ഇറക്കിയത്. അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ പോലെ പാവങ്ങൾ 50 രൂപ കൊടുത്തിട്ടുണ്ട്, 100 കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. സർക്കാർ കൊടുക്കേണ്ട പൈസയാണ്. കാരണം ജനങ്ങള് ഇത് എത്ര പേര് കൊടുക്കും? ജനങ്ങൾ പിരിക്കുന്ന ശരിയാണോ? 250 കുറെ ഗ്രൂപ്പുകളുണ്ട്. അതായത് ഈ അഴിമതിക്കെതിരെയുള്ള മെയിൻ ഗ്രൂപ്പുണ്ട്, അഴിമതി വിരുദ്ധ കൂട്ടായ്മ എന്ന് പറഞ്ഞു. പിന്നെ കച്ചവടക്കാർക്ക് വേണ്ടിയുള്ളതുണ്ട്. ഈ ആമസോൺ പോലെയുള്ള ഓൺലൈൻ, അതിന് ഒരു തടയിടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതുണ്ടോന്ന് ചോദിച്ചു. കാരണം 1-2 പേര് കൂടെ കാണുമല്ലോ. അതിന് ധൈര്യം വേണ്ടേ? ആർക്കെങ്കിലും ധൈര്യം വേണ്ടേ? കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു സമരത്തിന് ധൈര്യമുള്ളവർ എത്ര പേരെ കിട്ടും ഈ നാട്ടിൽ? എത്ര പേരെ പഠിച്ചാണ്? എത്ര പേരെ പഠിച്ചു? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. സൗദി അറേബ്യയിൽ 18 കൊല്ലം ജോലി ചെയ്തു. 45 വയസ്സ്. പക്ഷെ നമ്മൾ എന്ത് സാമ്പത്തികം ഉണ്ടായാലും നമ്മുടെ നാട്ടിൽ അഴിമതിയാണ്. നിയമം നടപ്പാകുന്നില്ല. ഒരു പരാതി കൊടുത്താൽ അത് അന്വേഷിക്കുകയല്ല പോലീസ്. അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്ത് സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യം ഇല്ലേ? ആ സമ്പത്ത് നമുക്കൊരു അപകടമായിട്ട് വരും ഇല്ലേ? നിയമവും നീതി ഇല്ലാത്ത സ്ഥലത്ത് നമ്മുടെ കുറെ പൈസ ഉണ്ട്, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപകടമാണോ അല്ലേ? അപ്പൊ നമ്മൾ പൈസ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാടും കൂടെ നീതി നിയമമുള്ള നാടായിട്ട് വളർത്താം. നമ്മുടെ മുഖ്യമന്ത്രി എല്ലാം മോശമാണ്. അത് നമ്മള് ജനങ്ങളുമല്ല തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങളെ ബോധവൽക്കരിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു യാത്രയും കൂടെയാണിത്. അപ്പോൾ ചേട്ടാ, താങ്ക് യു. കോവിഡിന്റെ സമയത്ത് വന്ദേ ഭാരത് മിഷൻ എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് എല്ലാം നിർത്തി കഴിഞ്ഞപ്പോൾ എമർജൻസി ആയിട്ട് വരേണ്ട ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചതാണ്. ആ പദ്ധതി പ്രകാരം ഗർഭിണികളെയും അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് അസുഖമുള്ളവരെ നാട്ടിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൻ്റെ. അവരെ ആദ്യം കൊണ്ടുവന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരെ കൊണ്ടുവരും. അവർ കൊണ്ടുവന്നില്ല.
അപ്പോൾ അവര് നേഴ്സുമാരെല്ലാം കൂടെ ഗർഭിണികളെല്ലാം കൂടെ ഡൽഹി ഹൈക്കോടതി പോയി. ഹൈക്കോടതി ചെന്നപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ പോരാ, ആദ്യം ഗർഭിണികളെയും ഈ എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവരെയും കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ കൊണ്ടുവന്നാൽ മതി എന്ന് ഓർഡർ ഇട്ടു. അതൊന്നും അവർ പാലിച്ചില്ല. അവർക്ക് ഇഷ്ടമുള്ളവരെ കയറ്റി വിടും. അപ്പോൾ ഞാൻ ആ സമയത്ത് സൗദിയിലായിരുന്നു. അപ്പം ഞാൻ വിവരാവകാശ അപേക്ഷയെല്ലാം കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ കയറ്റി വിടുന്നതിൽ ഭൂരിഭാഗവും ഒരു പ്രശ്നമില്ലാത്തവരാ. ഇവർക്ക് ഇഷ്ടമുള്ളവരെ കയറ്റി വിടും. അപ്പോൾ ഇതിൻ്റെ ഈ വിവരാവകാശ അപേക്ഷയെല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എംബസിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ സൗദി ജയിലിലിട്ടു. അപ്പോൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ഇവിടുത്തെ കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർ അന്വേഷിക്കുന്നില്ല. ഒരു അഴിമതി നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അന്വേഷണമെങ്കിലും പ്രഖ്യാപിക്കണ്ടേ? അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അവർ വിശദമായിട്ട് പ്രഖ്യാപിച്ചോട്ടെ. പക്ഷെ അന്വേഷണം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ അതിനുവേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കാനും അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്, അതിൽ അംഗമാകാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ പ്രവർത്തനം. കാരണം നമ്മൾ സൗദിയിലായിരുന്നു. സൗദിയിൽ നമ്മളെ ജയിലിലിട്ട് ഇപ്പം നാട്ടിലോട്ട് കയറ്റി വിട്ടു. ഇപ്പം 3 മാസമായി ഇവിടെ നാട്ടിൽ വന്നിട്ട്. നാട്ടിൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു ജോലി നല്ല ജോലി കിട്ടുമോ? അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? പക്ഷേ ഇതിൻ്റെ കേസുകളും കാര്യങ്ങളും നടത്താനുണ്ട്. പക്ഷേ കേസ് നടത്തണമെങ്കിൽ നമ്മൾ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിൻ്റെ 10% നമ്മൾ കോടതി കെട്ടിവെക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. ഈ 10% തുക നമ്മളൊരു ചെറിയ തുക ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കേസ് ചെയ്യല. ഇല്ലേ? ചെറിയ തുക ചോദിച്ചാൽ ഇവർ കേസ് ചെയ്യല. അപ്പോൾ അതിന് നല്ല തുക തന്നെ അത് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ സമാഹരിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു എഫക്റ്റ് ഉണ്ട്. കാരണം അഴിമതി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പം ഈ അഴിമതി കാരണം 150ഓളം പേര് അവിടെ മരിച്ചു. ആ മരിച്ചാരും എൻ്റെ ബന്ധുക്കാരൊന്നുമല്ല. നമ്മളൊരു സാമൂഹിക പ്രതിബദ്ധതയോടെ നാളെ എൻ്റെ പിള്ളേരോ എൻ്റെ ഭാര്യയോ ആണോ ഈ സിറ്റുവേഷനിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടപെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ കേസ് കൊടുത്ത് ജയിലിലിടുക. അവരുടെ അങ്ങനെയുള്ള തെറ്റായ നടപടികൾ. എന്നാൽ ജയിലിലിട്ട് ഞങ്ങളാണ് കേസ് കൊടുത്ത് അവരുടെ പേര് ജഡ്ജ്മെൻറ്റ് അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എംബസിയാണ് കേസ് കൊടുത്തത്. പക്ഷേ ഇവിടുത്തെ കോടതി വരുമ്പോൾ എംബസി കള്ളം പറയും. ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ല, ഞങ്ങൾക്ക് ഇയാളുടെ ഇതിൻ്റെ ഒരു പരാതിയില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കണം. എൻ്റെ പാല ഞാൻ ആറ്റിങ്ങിലേക്ക് പോവാം. നമ്മുടെ വിദേശകാര്യ മന്ത്രി അവിടെ മത്സരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹമാണ് ഇതിനകത്ത് മെയിൻ പ്രതി. അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജനങ്ങളെ നമ്മൾ ബോധവൽക്കരിക്കാതിരുന്നാൽ അത് തെറ്റല്ലേ? ചേട്ടന് സംഭാവന മാത്രമല്ല, ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ചേർന്ന് പ്രവർത്തിക്കാം. അഴിമതി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, പല പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ചേർന്ന് ചേട്ടാ കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ എന്നെ സൗദിയിൽ ജയിലിലിട്ടു, കേസ് കൊടുത്തു. അപ്പോൾ അത് സംബന്ധിച്ച് അഴിമതി അന്വേഷിക്കണം എന്ന് കേരള ഹൈക്കോടതിയുടെ വരെയും ഉത്തരവുണ്ടായിട്ട് പോലും കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നില്ല. അപ്പോൾ അതിൽ അന്വേഷണം നടത്തണം, അതിൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടണം. അപ്പോൾ ആ നഷ്ടപരിഹാരത്തിന് കോടതിയിൽ നമ്മൾ കേസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന തുകയുടെ 10% കെട്ടിവെക്കണം. അപ്പോൾ ഈ അഴിമതിക്കാർക്ക് ചെറിയ തുകയൊന്നും കെട്ടിവെച്ചുകൊണ്ട് ദേശീയല്ലാത്തതുകൊണ്ട് നമുക്ക് പൊതുജനങ്ങളുടെ സഹായത്തോടെ ഒരു ഈ കോവിഡ് വന്നപ്പോൾ വന്ദേ ഭാരത് മിഷൻ അഴിമതി, വന്ദേ ഭാരത് മിഷൻ പ്രഖ്യാപിച്ചല്ലോ. അതായത് ഫ്ലൈറ്റുകളില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗർഭിണികളായ നേഴ്സുമാരൊക്കെ ഉണ്ട് സൗദിയിൽ. അപ്പോൾ അവർക്ക് പ്രസവിക്കണമെങ്കിൽ നാട്ടിൽ വരണം, അവിടെ പ്രസവിക്കാൻ സൗകര്യമില്ല. അപ്പോൾ അവർക്ക് ഒന്നും ഈ ഫ്ലൈറ്റ് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഈ പദ്ധതി പ്രകാരം ഗർഭിണികൾക്ക് രോഗികൾക്കുമാണ് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത്. ഇത് കൊടുക്കാതെ അവർക്ക് ഇഷ്ടമുള്ളവരെ പിൻവാതിൽ വഴി കയറ്റിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളതിൻ്റെ വിവരാവകാശ പ്രകാരം എത്ര പേരെ കയറ്റിവിട്ടു, ഇതിനകത്ത് എത്ര പേര് ഗർഭിണി ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് മറുപടി തരാതെ അവർ നമ്മളെ പിടിച്ച് ജയിലിലിട്ടു, സൗദി ജയിലിലിട്ടു. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ജോലിയെല്ലാം കളഞ്ഞ് നമ്മുടെ നാട്ടിലോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എംബസി പറയുന്ന എംബസി അല്ല കേസ് കൊടുത്തത്. പക്ഷേ സൗദിയിലെ കോടതിയുടെ വിധി കൃത്യമായിട്ടുണ്ട്, എംബസിയാണ് കേസ് പരാതി തന്നതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്. പക്ഷേ ഇതൊന്നും കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ നിയമ പോരാട്ടത്തിനും അതുപോലെ ജനങ്ങളെ ഈ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു നീതി യാത്രയാണ് നടത്തുന്നത്. അപ്പോൾ അതിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, അഴിമതി വിരുദ്ധ കൂട്ടായ്മയുടെ ഗ്രൂപ്പ്. ഞാൻ പാലായിലാണ്. നമ്മൾ കേരളം മൊത്തം, അത് കഴിഞ്ഞിട്ട് ഇന്ത്യ മൊത്തം പോകാനുള്ള യാത്രയിലാണ്. കാരണം കേന്ദ്ര സർക്കാർ പറയുന്ന അവർ അഴിമതി ഒന്നും ചെയ്യുന്നില്ല.
അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലല്ലേ അഴിമതി വെളി വരുള്ളൂ. കേസെടുക്കുന്നില്ലല്ലോ, എഫ്ഐആർ ഇട്ട് കേസെടുക്കുന്നില്ല, അതിനാരും തയ്യാറാകുന്നില്ല. കേരള പോലീസ് പോലും, പിണറായിയുടെ പോലീസ് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം നമ്മുടെ കേസും കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ. ഇത് സ്കാൻ ചെയ്താൽ കിട്ടുമോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പും ഉണ്ട്. കഴിഞ്ഞു പോയെന്ന് വെച്ചാൽ ഈ അഴിമതി കാരണം ഒരു 100-150 പേര് മരിച്ചു. അവര് മരിച്ചവർക്ക് വന്നിട്ട് കേസ് നടത്താൻ പറ്റുമല്ലോ. നമ്മളെ അറിവുള്ളവർ ജീവിച്ചിരിക്കുന്നവർ വേണ്ട അത് ചെയ്യാൻ. അല്ലെങ്കിൽ നാളെ ഈ അഴിമതി വീണ്ടും വീണ്ടും കൂടിക്കൂടി വരുമല്ലേ. അപ്പൊ അതിനുവേണ്ടി ജനങ്ങളുടെ ഒരു സഹകരണം ആവശ്യപ്പെട്ട് ഇറങ്ങിയതാണ്. സംഭാവന മാത്രം പോരാ, ഞങ്ങളുടെ പറ്റുമെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരണം. അതുപോലെ തന്നെ ഒത്തിരി വിവരങ്ങളായ വെബ്സൈറ്റിനകത്തുണ്ട്, നമുക്ക് ഉപയോഗപ്പെടുന്ന വിവരങ്ങൾ, അഴിമതിക്കെതിരെ എങ്ങനെ പ്രവർത്തിക്കണം. അതിനെല്ലാം നിയമപരമായിട്ടുള്ള രീതികളുണ്ട്. ഇപ്പം നമുക്കിപ്പോഴത്തെ അവസ്ഥ അറിയാം. എല്ലാ കണ്ടില്ല തിരുവനന്തപുരത്ത് എത്ര വർഷമായി കിടക്കാൻ. ശ്രീജിത്ത് ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലേ, ഒരു CBI അന്വേഷണം എന്ന് പറഞ്ഞ ഒരു ആവശ്യമേ ഉള്ളൂ. അത് അന്വേഷണം നടത്തിയല്ല വാശിയ. അല്ല, ഇങ്ങനെ ആയാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം എനിക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം ചെയ്യേണ്ടതാരാ? ജനങ്ങളെല്ലാം ഇങ്ങനെ പേടിച്ച് വീട്ടിൽ ഇരിക്കുക എന്നുള്ള നടപടിയില്ല. അവന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അങ്ങനെ പോകും. അല്ല, നമ്മൾ കോടതിയെ സമീപിക്കും. ഇതിനകത്ത് കോടതിയുടെ ഉത്തരവുകളുണ്ട്. എല്ലാം ശരി. അവനെ കോടതി ഇല്ല അറിയാനിട്ടാണോ അവിടെ കിടക്കുന്ന കാര്യം? ജഡ്ജി കാണാനിട്ടാണ്. എല്ലാരും കാണുന്നുണ്ടോ? മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടോ? നിങ്ങളെപ്പോലെ എത്രയോ വിറോധമുണ്ട്. അവരാരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചായിട്ട് പക്ഷെ നമ്മുടെ ഉണ്ടാകുമ്പോ കുറച്ച് ഉണ്ടാകുന്നല്ലാതെ അവൻ വീണ്ടും പട്ടണമായിട്ട് ഈയിടെ കേസെടുക്കും. അവനവിടെ നമ്മുടെ രാജ്യമല്ല ചേട്ടാ. നമുക്കത് രാജ്യം എങ്ങനെ, ഇപ്പൊ നമ്മുടെ ഒരു കൊച്ചാണ് മോശമായി പോയി, നമുക്ക് പറയാൻ പറ്റുമോ അവൻ പോട്ടെ, അവൻ മോശമായി പോയി, അവൻ നന്നാകത്തില്ല? അവസ്ഥകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് കാണുന്ന ആള് അതിൽ മോശമായിട്ടുള്ള അപകടങ്ങൾ, മരണങ്ങൾ നടന്നു. ആരെങ്കിലും പോയി മത്തായി ഇവിടെ ഫോറസ്റ്റിന്റെ അറിയില്ല കെന്റി മരിച്ചു എന്നതാകാനാണ് ഫോറസ്റ്റുകാർ തല്ലിക്കൊന്നിട്ടാന്ന് പറയും. അല്ല, ഇത് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണ്ടേ അതിനകത്ത്? അപ്പൊ ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ മാറ്റം വരും. ജനങ്ങൾ വിചാരിച്ചാൽ ഭരണം മാറുമല്ലോ. ഇതിന്റെ പുറകെ പോയാൽ നമ്മളെ നിങ്ങളിപ്പോ ഇതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മള് എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഒരാളെ ഇറങ്ങിയത് കൊണ്ട് മാറ്റം വരും. ഞങ്ങൾ ഇറങ്ങിയത് കൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണല്ലോ എന്നെ പിടിച്ച് ജയിലിലിട്ടത്. നമ്മുടെ പ്രവർത്തനം പോയി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഞാനിപ്പോ ജയിലിൽ പോയില്ല, പകരം എന്നെ ദൈവം അങ്ങോട്ട് വിളിച്ചു. അപ്പൊ ആർക്ക് പോയി? നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ഇതിനാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നമുക്ക് എല്ലാവർക്കും ദൈവം ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. മരണം നമ്മളിപ്പോ ഞാൻ ഇതിന് പോയില്ലെങ്കിലും ഞാൻ മരിച്ചു പോകും. പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഞങ്ങളുടെ കൂട്ടത്തില് പറ്റുമെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ചേർന്ന് സഹകരിക്കുക. താങ്ക് യു. എല്ലാരും അഴിമതി ചെയ്തോണ്ടിരിക്കുക. അഴിമതി നല്ലതാണോ ചീത്തയാണോ? നമ്മളല്ലേ അവരെ ലീഡ് ചെയ്യാനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. നമ്മളല്ലേ അവരെ ലീഡ് ചെയ്യാനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അതെ അതെ അതെ. ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുവാണ്. ഇത് കേന്ദ്ര സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ അഴിമതിക്കെതിരാന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ഒരു അഴിമതി തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചപ്പോൾ അഴിമതിക്കെതിരെ പരാതി കൊടുത്തയാളെ കേസ് കൊടുത്ത് സൗദിയിലെ ജയിലിലിട്ട് അവിടുത്തെ ജോലിയും കളഞ്ഞ് കൊണ്ടുവന്നൊരു കേസാണ്. അപ്പൊ അതില് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട കോടതിയിൽ കേസ് കൊടുക്കണമെങ്കിൽ അടുത്ത നിയമമാണ് 10% തുക നമ്മൾ കെട്ടിവെക്കണമെന്നാണ് നിയമം.
ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാക്കി നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നവർ ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാക്കാനാണോ തെരഞ്ഞെടുത്ത് വിടുന്നത്? ഈ നിയമങ്ങളൊക്കെ മാറ്റണ്ടേ? അപ്പോൾ അത് ജനങ്ങൾക്കൊരു അവബോധം ഉണ്ടാക്കുക. അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, അഴിമതി വിരുദ്ധ കൂട്ടായ്മയുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിലൊക്കെ പറ്റുന്നത്രയും ചേർന്ന് പ്രവർത്തിക്കണം. നിലവിൽ അത് എല്ലാവരും കാരണം ഇവിടുത്തെ അല്ല, നമ്മുടെ ന്യായമായ ലാഭം എടുക്കാമല്ലോ, അതിനകത്ത് അഴിമതി എന്ന് പറയാൻ പറ്റില്ല. അത് അഴിമതിയല്ല. നമ്മുടെ അധ്വാനത്തിന്റെ കൂലി. നമ്മളൊരു പാക്കറ്റ് മുളക് പൊടി മേടിച്ചാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് അതിൽ കുറച്ച് തരണം. അതിൽ കൊടുക്കണം. അത് നമ്മൾ അങ്ങനത്തെ കടയിൽ പോയി മേടിക്കണം. നമ്മൾ ചോദിക്കണം, ജനങ്ങൾ ചോദിക്കണം, ചേട്ടാ ഡിസ്കൗണ്ട് ഉണ്ടോ? അതാണ്